ആരാ ബീച്ച് പോരണേ? ഈ പോന്നാൻ കാണുന്ന എല്ലാം വാങ്ങി തരേണ്ടി വരും. ഈ എപ്പോഴാ അതിന്റെ ഉള്ളിൽ കയറിയേ? പാവുണ്ട്, ഓ പോന്നോട്ടെ. എന്തേലും ചെയ്യും, ഞാൻ പോവാ. ഇപ്പൊ മനസ്സിലായില്ലേ, എന്നെ സഹായിക്കാൻ ഓനാണല്ലേ. പഠിച്ചോനാ ചൂടൻ കാക്കന്റെ കൊളുത്തുക്ക പോയി. അയാള് ഇവിടെ ഇല്ല. ഇതില് നിറച്ച മീനുണ്ടല്ലോ. ആരാണ് എന്റെ കൊളത്ത് കടിച്ചേ? അത് പിന്നെ മീനെ കാണാൻ വന്നതാ. മീനെ കാണാൻ വന്നിട്ട് എങ്ങനെ എന്റെ വലമ്മല് ബോള്? അത് ആകാശത്ത് നിന്ന് വീണെന്നാ തോന്നണേ. നിങ്ങളെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങളെ ബോള് ഞാൻ കാണിച്ചു തരാം. ഞങ്ങള് ബോളൊന്നും ചെയ്യരുത്, ഞങ്ങൾ വേറെ ബോളില്ല കളിക്കാന്. നിങ്ങളൊരു ബോളില്ലേ, ഇപ്പൊ കാണിച്ചു തരാം. ഞമ്മളെ ബോള് പോയി. ഇയാൾക്കൊരു നല്ല പണി കൊടുക്കണം. അപ്പുറത്തെ വീട്ടില് നല്ല കളർ മീനുണ്ട്. ഈ കണ്ടണ് അതില് പിരാണ പറഞ്ഞ കടിക്കണ മീനുണ്ട്. ഓ തള്ളി മറക്കല്ലേ, എനിക്ക് ധൈര്യം ഉണ്ടേലേ. അതിൽ പോയി ഒരു മീൻ പിടിച്ചു വാ, ഞാൻ കാണിച്ചു തരാം. മീൻതീറ്റൊക്കെ കഴിഞ്ഞല്ലോ, കുറച്ച് മീൻതീറ്റ വാങ്ങി വരാം. ഒറ്റ മീനും കാണില്ലല്ലോ. വെള്ളത്തിലിറങ്ങ്, അയില മീന്. സർക്കാരിന്റെ കൊച്ചിൽ ആരോ ഇറങ്ങുണ്ടല്ലോ. വേഗം പോയി പറയാ. എന്താടാ എനിക്ക് കൊളുത്ത് പണി? നമ്മളൊരു പുതിയായിട്ട് മീനെ പിടിക്കാൻ നോക്കുക. എനിക്ക് അതിന് ഒരു മീനെ കിട്ടുകയാണെങ്കിൽ ഈ പിടിച്ചോ, കിട്ടൂല എനിക്ക് ഉറപ്പാ. അങ്ങനെ എന്തായാലും ഞാൻ മീൻ പിടിച്ച് കാണിച്ചു തരാം. ഒരു മീൻ കിട്ടിയല്ലോ. കിട്ടി കിട്ടി. യെസ് യെസ്. അതോ ഇവിടെ ഞാൻ ഇപ്പൊ വരെ. കാക്കേട്ട പോയി, ഒന്ന് പോയി നോക്കാം. കാണിച്ചു തരാട്ടോ. ഒരു ലേസ് കാണാതെ എടുത്തേക്ക. കാക്കണ്ടേല് ലേസ് ഉണ്ടല്ലോ. എനിക്ക് വേണോ ലേസ്? എനിക്ക് വേണോ ലേസ്? ഇപ്പൊ തരാം. സൂപ്പർ ടേസ്റ്റ്. അല്ല കാക്കി, എനിക്ക് തന്നില്ലല്ലോ ലേസ്. ഇത് തരൂല. പാവുണ്ട്, ഇനി പറ്റിക്കണ്ട, വേഗം കൊടുക്കാം. ഞാൻ പോവാന്നാല്. ഈ എന്താ വിചാരിച്ചേ, കാക്കാൻ കയറാതെ തിന്നുന്നു. എവിടെ പോയി? നിന്റെ കാറിന്റെ ചാവി ഉണ്ടീനോ? മതേ, ഈ കാറിന്റെ ചാവി എടുത്തീനോ? എന്താ ഒരു കള്ളക്കളി? ഞാൻ അവിടെ തെരഞ്ഞോക്കട്ടെ. ചാവി അവിടെ ഉണ്ടല്ലോ, നീ എന്താ കണ്ടില്ല പറഞ്ഞേ? നമുക്ക് സിപ്പപ്പ് വാങ്ങിന്നാലേ ചാവി എടുത്തൊടുക്കാം. ഞങ്ങളൊരു സ്ഥലത്ത് ചാവി കണ്ടേണ്. എന്നാ ചാവി കൊണ്ടാ സിപ്പപ്പ് വാങ്ങിയിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. സിപ്പപ്പ് എങ്കിൽ സിപ്പപ്പ് ഞാൻ ഇപ്പൊ വാങ്ങി വരാം. രണ്ടാക്കും സിപ്പപ്പ് വാങ്ങിന്. ഞങ്ങളെ ചാവി. 4 സിപ്പപ്പ് വാങ്ങിയാലെന്താ, ചാവി കിട്ടി. അറിച്ചു 50 റുപ്യക്ക് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവരും. ഞാനോ? എന്നാ 50 റുപ്യ കോരുട്ടായി അങ്ങനെ ഉണ്ട്. ആയിക്കോട്ടെ. എന്നാ പൈസ. അച്ചു വരണ്ട, ഓനോ പറയാ. അച്ചു ഈ 50 റുപ്യക്ക് പഞ്ചസാര ആയിട്ട് വരും. 50 റുപ്യക്ക് മുട്ടായി വാങ്ങാം. ഞാൻ വാങ്ങാം. അല്ല ചൊയ്യ എന്ത് വാങ്ങിയ പഞ്ചസാരയുടെ? കോൽ മുട്ടായിക്ക് 5 റുപ്യ, ബാക്കി 46 റുപ്യ ഉണ്ട്. ഇതാ ഞാൻ എന്താ കാക്കനെ പറയാ. ബാക്കി 4 റുപ്യ കിട്ടിയാലേ 50 റുപ്യന്റെ പഞ്ചസാര വാങ്ങായി. ഞാൻ ബൈ ബൈ. കുട്ടികളെ മുട്ടായിക്ക് എത്ര റുപ്യ? ഇതിന് 10 റുപ്യ. എന്നാ മുട്ടായി തരി. പൊളിക്കണ്ടല്ലോ കാക്കേ, പൈസ തന്നില്ലല്ലോ. പൈസ എപ്പോഴല്ലേ കൊടുക്കല്? ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാ പൈസ കൊടുക്കല്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സൂപ്പർ ടേസ്റ്റ്. ഇനി എങ്ങനെ പൈസ തരുമോ? എന്നാ പൈസ. ഇത് 5 റുപ്യാണല്ലോ. അത് വെറും 5 റുപ്യല്ല. ഇത് എങ്ങനെ നോക്കിയാലും 5 റുപ്യ. നിങ്ങൾ നമ്മളെ പറ്റിക്കാണോ? സ്വർണത്തിന് 5 റുപ്യ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഭാഗ്യം. എന്നാ ശരി, ഞാൻ പോട്ടെ. പോയാലോ.
കണ്ണിലൊക്കെ നല്ലോ വെള്ളം കൂടിനല്ലോ. കാക്കേ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയോ? പിന്നെ അല്ല, ഞാനൊന്ന് പിടിച്ച മീനെ കൈ നടക്കൂല. നിങ്ങൾക്ക് മീനിനെ കിട്ടാൻ കാണാൻ പൂതിണ്ടായി. അങ്ങനാണെങ്കിലേ എന്റെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചോ, എല്ലാരും കാണട്ടെ ഞാൻ മീൻ പിടിക്കുന്നത്. ആ പിന്നെ നിങ്ങൾക്ക് മീനിന് കിട്ടിയില്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന് മുൻപിൽ നിങ്ങൾ നാണം കെടും. ആ അങ്ങനെ പോയെത്തി. ഇനി മീനെ പിടിക്കണേ കണ്ടോളിയാ. എന്താ എന്റെ കാക്കൊക്കെ മീൻ കിട്ടില്ലല്ലോ. മീൻ പിടിക്കലൊക്കെ ക്ഷമമാണ്. കണ്ടോ ഇപ്പൊ കിട്ടും. കിട്ടി ഇതാ കണ്ടോ, അത് കണ്ടോ. കാക്കക്ക് കിട്ടി മീന്. കണ്ട മോനെ, കാക്കതാ മീനെ പിടിച്ചേന്. ഓ എന്ത് വലിയ മീന് കണ്ടില്ലേ. എന്റെ കാക്ക മീന് പിടിക്കൂ നല്ലോണം. ഓ എന്റെ കാക്ക സംഭവം തന്നെ. നല്ല മഴ. ആരോ മയത്ത് കുളിക്കാനുള്ളേ? മയത്ത് കുളിക്കരുതെന്നേ ഉപ്പ പറഞ്ഞാണ്. പനി വരും. ഓ നിങ്ങളില്ലേ വേണ്ട, ഞാൻ ഏതായാലും മയത്ത് കുളിക്കാം. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾക്ക് പനി വരും. The next day. മോനെ എന്താങ്ക് പറ്റി? നല്ല പനി. എന്നോട് പറഞ്ഞില്ലേ മയത്തിറങ്ങരുതെന്ന്? ആ പറഞ്ഞീനി. സാരല്ല കേട്ടോ. ആ ആയിക്കോട്ടെ.